മാതൃഭൂമി ന്യൂസ് സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. എ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ മറ്റംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. കെ.പി. ശങ്കരദാസിലേക്കും എൻ വിജയകുമാറിലേക്കും അന്വേഷണം പോകാതിരുന്നത് ഗുരുതരമായ വീഴ്ചയെന്നാണ് കോടതി പറയുന്നത്. ഡിസംബർ 5-ന് ശേഷം അന്വേഷണം സ്തംഭിച്ചുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ബിനിൽ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഇതുവരെ കരുതിയിരുന്നത് ശരിയായ വഴിക്കാണ്. പത്മകുമാർ അടക്കം അറസ്റ്റിലാകുമ്പോഴും പിന്നീട് അങ്ങോട്ട് കൂടുതൽ മുന്നോട്ട് പോയെന്ന വിവരങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും ഏകദേശം ശരിയായ വഴിയിലാണ് അന്വേഷണം എന്നൊരു പൊതുധാരണയുണ്ടായിരുന്നു. ആ ധാരണയാണ് ഇപ്പോൾ തകരുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെ എത്രയും വേഗം സത്യത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹൈക്കോടതി തന്നെ പറയുന്നു, ഈ അന്വേഷണം ശരിയായ ദിശയിലാണോ, സംശയമുനയിലാണ്, എന്തുകൊണ്ട് പലരെയും പിടികൂടുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. ദിവിഷ, ഇത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയ വിമർശനമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. കാരണം ഈ വിമർശനത്തിന്റെ തുടക്കം ഇവിടെ നിന്നല്ല. ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള എസ് ജയശ്രീയുടെയും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിന്റെയും ജാമ്യം തള്ളിക്കൊണ്ട് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവും മാതൃഭൂമി ന്യൂസാണ് അന്ന് ബ്രേക്ക് ചെയ്തത്. കൃത്യമായും അന്ന് കോടതി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ചില വൻ തോക്കുകൾ ഇതിലുണ്ട്, ആ വൻ തോക്കുകളിലേക്ക് പോകണം എന്ന് കൃത്യമായി കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം അനങ്ങിയില്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ആ രണ്ട് പ്രതികളും ജയശ്രീയും ശ്രീകുമാറും അവരോട് ഉടൻ കീഴടങ്ങാനാണ് കോടതി നിർദ്ദേശിച്ചത്. കീഴടങ്ങിയില്ല എങ്കിൽ വേണ്ടത് SIT അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എസ് ജയശ്രീക്ക് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള അവസരം SIT ഉണ്ടാക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ എസ് ശ്രീകുമാറിനെ കഴിഞ്ഞ ഈ കേസിൽ ഇപ്പോൾ ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഈ ഉത്തരവിലെ കോടതി വാദം പൂർത്തീകരിച്ചതിന് പിറ്റേ ദിവസമാണ് എസ് ശ്രീകുമാറിന്റെ അറസ്റ്റിലേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. അതൊക്കെ കോടതിക്ക് വലിയ സംശയങ്ങൾ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുണ്ടാക്കി. കാരണം കോടതി വലിയ ഗൗരവത്തിൽ ഈ കേസിനെ കാണുന്നു. ഒരു പ്രതിക്കും ജാമ്യം നൽകാത്ത ശക്തമായ നിലപാടെടുക്കുന്നു. അവിടെ ഈ അന്വേഷണ സംഘം ചില ഒളിച്ചു കളികൾ നടത്തുന്നു എന്നത് കോടതിക്ക് സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് അന്വേഷിക്കുന്ന SP എസ് ശശിധരൻ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരാണ്. അതോടൊപ്പം തന്നെ ADGP H വെങ്കടേഷാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അത്രയും വലിയ സംഘത്തെ കോടതി നേരിട്ട് ഏൽപ്പിച്ച് ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിലാണ് ഈ ജാമ്യം പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് എ ബദറുദ്ദീന് ഇത്തരത്തിൽ കടുത്ത വിമർശനം നടത്തേണ്ടി വന്നത്. ഇതിന്റെ ആദ്യ ഉത്തരവിന്റെ സാരാംശം ഈ SIT ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പോലെ അതിഗുരുതരമായ വിമർശനങ്ങൾ അവർ കേൾക്കേണ്ടി വരില്ലായിരുന്നു. അവർ ഇത് ക്ഷണിച്ചു വരുത്തിയതാണ് എന്ന് പറയേണ്ടി വരും നമുക്ക്. കാരണം ഈ കോടതി ഉത്തരവിൽ കൃത്യമായും കോടതി പറയാണ്, 2019 ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് വെറും ചെമ്പുപാളികളാക്കി അത് വീണ്ടും സ്വർണം പൂശാൻ തീരുമാനമെടുത്തത് ആ ബോർഡ് ഒറ്റക്കെട്ടായിട്ടാണ്. അവിടെ ആ തീരുമാനമെടുത്ത ബോർഡിൽ ഒരാൾ മാത്രമല്ല ഉള്ളത്, മറ്റ് 2 പേർ കൂടിയുണ്ട്, ശങ്കർദാസും വിജയകുമാറും. ഈ 3 പേരും ഒന്നിച്ചെടുത്ത തീരുമാനത്തിൽ ഇവർക്ക് 3 പേർക്കും തുല്യ പങ്കാളിത്തമാണുള്ളത്, ക്രിമിനൽ ലയബിലിറ്റിയാണുള്ളത്. പക്ഷേ ഇവിടെ അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, മറ്റ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് അന്വേഷണം നോക്കിക്കഴിഞ്ഞാൽ ആ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് രേഖകൾ പരിശോധിച്ചാണ് കോടതി ഇത് പറയുന്നത്. അതായത് ഈ ജാമ്യാപേക്ഷയിൽ ബന്ധപ്പെട്ട രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അത് പരിശോധിച്ച ശേഷമാണ് കോടതിക്ക് അത്തരത്തിലൊരു ബോധ്യമുണ്ടാകുന്നത്. ഈ നടപടി ഈ അന്വേഷണത്തിന്റെ വലിയ വീഴ്ചയാണ് എന്നാണ് കോടതി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ വലിയ സംശയ നിഴലിലേക്ക് ഈ അന്വേഷണ സംഘത്തെ കൊണ്ടുപോകുന്നതാണ് എന്നുകൂടി വ്യക്തമാക്കിയാണ് കോടതി. അതോടൊപ്പം തന്നെ കോടതി കൃത്യമായി പറയുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥനായ SP എസ് ശശിധരൻ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ഇതിൽ നിവർത്തി വരുത്തണമെന്ന് കോടതി കൃത്യമായി നിർദ്ദേശിക്കുകയാണ്. ഇനി എന്തായിരിക്കും SIT ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് SIT മുന്നോട്ട് പോകുമോ അതോ പഴയതുപോലെ ഈ മുന്നോട്ട് പോകുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും 5/12/2025 വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. ആ തീയതിക്ക് ശേഷം, അതായത് നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെടുപ്പൊക്കെ നടക്കുന്നതിന് തൊട്ട് മുൻപ് 5-ാം തീയതിക്ക് ശേഷം ഇത് കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് കോടതി പറയുന്നത്. അത് ആ തീയതിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം. സ്വാഭാവികമായും സംശയിക്കാവുന്ന കാര്യമാണ്. ആ സമയത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതൽ പുറത്തു വരാതിരിക്കുക, അത് ഏത് വിധേന രാഷ്ട്രീയമായി ഒരു ഭാഗത്തിന് ഗുണം ഒരു ഭാഗത്തിന് ദോഷം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമ്മർദ്ദത്തിനടിപ്പെട്ട് അതൊരു സ്തംഭനാവസ്ഥയിലേക്ക് പോയി. അങ്ങനെയാണോ കോടതി നിരീക്ഷിക്കുന്നത്?
കോടതിക്ക് ഇതിനകത്ത് വലിയ സംശയങ്ങളുണ്ട്. കാരണം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ അഭിഭാഷകനോടും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ അതേസമയം ഉണ്ടായിരുന്നു എന്നാണ് ഈ ഉത്തരവ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ചു, ഈ കേസിൽ ഈ 2019 2 ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കിയിട്ടുണ്ടോ എന്ന്. പ്രതികളാക്കിയിട്ടില്ല, ഇതുവരെ പ്രതികളാക്കിയിട്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് എന്നതാണ് കോടതി ആ ഉത്തരവിൽ എഴുതി വെക്കുന്നത്. അത് തന്നെ ഈ അന്വേഷണത്തിന്റെ വീഴ്ചയാണ്, വലിയ വീഴ്ചയാണ് എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ ആണെങ്കിലും മറ്റേത് ക്ഷേത്രങ്ങളിലെ ആണെങ്കിലും സ്വത്തുക്കളുടെ സംരക്ഷകരാണ്. ഇവിടെ രക്ഷിതാവ് എന്ന സ്ഥാനമാണ് ദേവസ്വം ബോർഡിനുള്ളത്. ആ രക്ഷിതാവ് തന്നെ ആരാച്ചാരായി മാറിയിരിക്കുന്നു എന്നതാണ് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഈ സംവിധാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് ദേവസ്വം ബോർഡ് മാറുകയാണ് ചെയ്തിരുന്നത്. അവിടെ ശക്തമായ നടപടി വേണമെന്ന് കോടതി പറയുന്നു. ഇവിടെ തീരുന്നില്ല. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം എന്തുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോയില്ല? വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കേസിലെ 2 എഫ്ഐആറുകളുണ്ട്. ഈ 2 എഫ്ഐആറുകളിൽ നിരവധി പ്രതികളുണ്ട്. നമ്മളത് പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിൽ ആരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, N വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 6 പേർ മാത്രമേ പ്രതിസ്ഥാനത്തുള്ളൂ. ആ എഫ്ഐആർ വായിച്ചാൽ നിരവധി ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്തുണ്ട്. അത് കൃത്യമായും കോടതി അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ ഒന്നും കാണുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. പ്രോസിക്യൂഷൻ രേഖകളിൽ ഒന്നും കാണുന്നില്ല. എന്തിന് ഈ അന്വേഷണം ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് കോടതിയുടെ ചോദ്യം. അതായത് ഈ കുറ്റാരോപിതരെ അല്ലെങ്കിൽ കുറ്റവാളികളെ പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് കോടതി പറയുന്നത്. ഇവിടെ വിവേചനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, SIT സെലക്റ്റീവായി എന്തുകൊണ്ട് പോകുന്നു എന്നതാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണമാണ്. അതിന് മറുപടി പറയേണ്ടത് എന്തായാലും ഈ സർക്കാർ പറയുന്നത് ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്, ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല, ഒരു പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ്. അപ്പോൾ ആ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഹൈക്കോടതി തന്നെ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ഈ ഉത്തരവ് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ ഇനി അടുത്ത മണിക്കൂറുകളിൽ അവരുടെ എന്തായിരിക്കും നീക്കമെന്നതാണ് നമുക്കറിയേണ്ടത്. തീർച്ചയായും വളരെ ഗുരുതരമായ ഒരു വീഴ്ച ഈ അന്വേഷണത്തിൽ സംഭവിച്ചിരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുകയാണ് ഹൈക്കോടതി. കാരണം ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ രൂപപ്പെടുത്തിയത് പോലും. അതായത് ഒരു തരത്തിലുമുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ ഈ അന്വേഷണത്തിന് മേൽ ഉണ്ടാകരുത്, എത്രയും വേഗം നേരായ വഴിയിലൂടെ ഈ അന്വേഷണം നടന്ന സത്യാവസ്ഥ പുറത്തു വരണമെന്ന വളരെ കൃത്യമായ ഒരു നിഷ്കർഷ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. പക്ഷേ ആ ഹൈക്കോടതി തന്നെ പറയുന്നു ഈ അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയോ, ഒരു ഘട്ടത്തിൽ ഇത് സ്തംഭിച്ച അവസ്ഥയിലേക്ക് പോയോ എന്നതാണ്. ബിനിൽ തുടരുകയാണ്. ബിനിൽ, ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ളവരെ പിടികൂടി. ഇതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഡീലിംഗ് എങ്ങനെയൊക്കെ നടന്നു, ആരിലേക്കൊക്കെ ചെന്നു എന്ന് തുടങ്ങിയ കാര്യം നമ്മൾ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം. നമ്മൾ നൽകിയ വാർത്തകളുടെ സൂചനകളിൽ കേരളത്തിന് പുറത്തേക്കുള്ള ഇതിൻ്റെ കണക്ഷനെ കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ബാംഗ്ലൂരിലൊക്കെ പലതവണ പരിശോധന നടന്നു, റെയ്ഡ് നടന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് വികസിച്ചിട്ടില്ല. ഇപ്പോഴും ഈ കാണാതെ പോയ അല്ലെങ്കിൽ മാറ്റപ്പെട്ട യഥാർത്ഥ സ്വർണ്ണ ഉരുപ്പിടികൾ, പാളിയാകട്ടെ, ദ്വാരപാല ശില്പമാകട്ടെ, ഇതൊക്കെ എവിടെയെന്ന് ഈ കോടതിയുടെ മുമ്പിൽ അറിയിക്കാനോ കോടതി സമക്ഷം ബോധ്യപ്പെടുത്താനോ എങ്കിലും അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ടോ? ദിവിഷ, അതൊക്കെ അന്വേഷണത്തിന്റെ പുരോഗതി ദേവസ്വം ബെഞ്ചിനെയാണ് അറിയിക്കുന്നത്. ഇത് ദേവസ്വം ബെഞ്ചല്ല ഈ കേസ് പരിഗണിച്ചിരിക്കുന്നത്. ഇത് ജാമ്യങ്ങൾ പരിഗണിക്കുന്ന, അതായത് പ്രത്യേകിച്ച് വിജിലൻസ് കേസുകൾ പരിഗണിക്കുന്ന, അഴിമതി നിരോധന നിയമം ചുമത്തിയിരിക്കുന്നതുകൊണ്ട് അത് പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചാണ് ഈ ജാമ്യ ഹർജികൾ കേട്ടിരിക്കുന്നത്. അവിടെയാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായും ഇതിൽ പ്രതികളാക്കിയിരിക്കുന്ന ആളുകളെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് കോടതി ഇതിൽ എടുത്തു പറയുന്നത്. അതിൽ അറസ്റ്റ് ചെയ്യാത്തവരുടെ പേരുകൾ കൃത്യമായും കോടതി ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഇവരൊക്കെ പ്രതികളാണ്, പക്ഷേ ഇവർക്കെതിരെയൊന്നും ഒരു നടപടിയും കാണുന്നില്ല എന്നതാണ്. അവിടെയാണ് നമ്മൾ ഈ അന്വേഷണ സംഘത്തിൽ ചില സംശയങ്ങൾ കോടതി തന്നെ വ്യക്തമാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവർ ഈ പല വിവരങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ കേസിനെ പലതരത്തിൽ സ്വാധീനിക്കുന്നു എന്ന സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം നിവർത്തി വരുത്തേണ്ട
നടത്തേണ്ടത് ഈ SIT തന്നെയാണ്. SITക്ക് ഒരു പോലീസിന്റെ സംവിധാനമുണ്ട്, അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ആ കഴിവനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ നിഷ്പക്ഷവും നീതിപൂർവവുമായി അവർ മുന്നോട്ട് പോകണം എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതായത് വിവേചനം പാടില്ല. ഇവിടെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യും, മറ്റൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഒരു ബോർഡിന്റെ തീരുമാനം, കൂട്ടായ ബോർഡിന്റെ തീരുമാനം വരുന്നു, അവിടെ പ്രസിഡന്റിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും. രണ്ട് പ്രതികളെ മറ്റ് മെമ്പർമാരിലേക്ക് അന്വേഷണം പോകില്ല, അവരെ പ്രതികളാക്കില്ല.